chapter 12. Good morning. Good morning. Good morning, ma'am. Morning. Morning, ma'am. Morning. Good morning. Morning. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പ്രയർ ഒന്നും ചെയ്തില്ലല്ലോ? Good morning, ma'am. മോർണിംഗ് Good morning. ചെയ്തോ? കഴിഞ്ഞോ? ഞാൻ വേറൊരു ക്ലാസ്സിലായിരുന്നു. അതെല്ലാം അവിടെ നിന്ന് ഇറങ്ങി വന്നേ 2-3 മിനിറ്റ് താമസിച്ചു. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫ്രൈഡേ ഞാൻ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ വന്നത് കേട്ടോ. Okay. മോന്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാന്ന് വിചാരിച്ചു. കാരണം നെക്സ്റ്റ് ഫ്രൈഡേയും ഞാൻ ഉണ്ടാക്കില്ല. ഞാൻ മോളുടെ ഒരു അഡ്മിഷന്റെ കാര്യത്തിന്റെ മെഡിക്കൽ എക്സാമിനേഷന് ബാംഗ്ലൂർ പോകും. അപ്പൊ നെക്സ്റ്റ് ഫ്രൈഡേയും ഉണ്ടാവില്ല. സോ അപ്പൊ ഞാൻ ഓർത്തു 2 ക്ലാസ് നിങ്ങളെ കാണില്ലല്ലോ. അപ്പൊ അത് കാരണം ഞാൻ ഇന്ന് ചോദിച്ചു വാങ്ങിച്ചത് അന്വേഷ ടീച്ചറുടെ അടുത്ത്. എന്തോ? നിഷ് ടീച്ചർ വെള്ളിയാഴ്ച ക്ലാസ് എടുക്കും. ഈ ഫ്രൈഡേ പ്രയർ കഴിഞ്ഞില്ലായിരുന്നു? ഇല്ല. ഓക്കെ, പ്ലീസ്. സംസാരിക്കുന്ന കാരണം പറയാൻ പറ്റുന്നില്ല. ഓക്കെ, ചെയ്തോളൂ. I give it to you, all that I think or say or do, all my work and all my happy study. I will give it to you today. Amen. ജോസ്മി പറഞ്ഞോ. മിസ്, ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത് ഇന്ന്. അപ്പൊ അതിന്റെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് എനിക്ക്. നമുക്ക് ജോസ്മിയെ കുറച്ചുകൂടെ ടെൻഷൻ ആക്കണോ? എന്തിനാ ടെൻഷൻ? എന്തിനാ? അല്ല, ഇപ്പൊ പഠിക്കാതൊക്കെ ഇരുന്നിട്ട് ഇപ്പൊ കുറെ വർഷമായത് കൊണ്ട് ഒരു പേടി. കുറെ വർഷം ആയതുകൊണ്ട് ഒരു പേടി അല്ലെ? പഠിക്കാതിരുന്നിട്ട് കുറെ വർഷം ആകുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒരു സന്തോഷം തോന്നും അല്ലെ? പഠിക്കാനൊരു ഭയങ്കര ആഗ്രഹം, കൊതി, അതാണ് വേണ്ടത്, പേടിയല്ല. ഒരു സെക്കൻഡ് ഒക്കെ തന്നെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ജോസ്മി, അപ്പൊ അതിന് ടെൻഷൻ ഒന്നും വേണ്ട, നമുക്കൊരു ഇൻട്രസ്റ്റ് വരണം. യെസ്, ഞാൻ കുറെ നാള് ഞാൻ അന്ന് എല്ലാം മെഡിക്കേറ്റ് പഠിച്ചു, ഇനി ഞാൻ മെഡിക്കേറ്റ് പഠിക്കും. അത് ഗ്യാപ്പ് ഒന്നും ഒരു പ്രശ്നമില്ല. അതിനെ കുറിച്ച് ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. കണ്ടിട്ട് പേടിച്ചു പോയോ? ടെക്സ്റ്റ് കിട്ടിയോ? ഇല്ല,
കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു 7 അല്ലെങ്കിൽ 10 ഡേയ്സിന്റെ ഉള്ളിൽ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോസ്മി വീട് എവിടെയാ? എന്റെ വീട് കൊഴുപ്പുള്ളി, തൃശ്ശൂരാണ്. ഓക്കെ. ജോസ്മി എന്തായിരുന്നു പഠിച്ചത്? ഞാൻ +2 കോമേഴ്സ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എടുത്തു, BCom ആയിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ല. പിന്നെ 2 കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോ മാരേജ് ആയി. പിന്നെ ഹസ്ബൻഡിന് അങ്ങനെ അധികം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വർക്കിന് വിടാനും മറ്റു കാര്യങ്ങൾക്കൊന്നും. പിന്നെ കുറെ നിർബന്ധിച്ചിട്ടാണ് ഇതിന് സമ്മതിച്ചത്. നമ്മുടെ മുന്നിൽ ചലഞ്ചസും ഉണ്ട് അല്ലേ? അതെ. നോ പ്രോബ്ലം ജോസ്മി. ജോസ്മി ഇവിടെ കാണുന്നില്ലേ, കുറെ പേരുടെ പേരെങ്കിലും കാണുന്നുണ്ടാവും അല്ലെ? ഗ്രൂപ്പിലൊക്കെ ആഡ് ആയിട്ടുണ്ടോ ജോസ്മി? ഇല്ല, ആഡ് ചെയ്തിട്ടില്ല. ജോസ്മി ഒന്നും ആഡ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രൂപ്പില്ലേ, ജോസ്മി നമ്പർ ആ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കൂ, അവർ ആഡ് ചെയ്യും. അതെ. എനിക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഗൂഗിൾ മീറ്റ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. മിസ്, ശരിയാ പറഞ്ഞു. ഈ റെക്കോർഡ് ബുക്ക് വാങ്ങണോ? റെക്കോർഡ് പറയാം. റെക്കോർഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആരെങ്കിലും തന്നോ? ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ല, തന്നായിരുന്നു. അത് ഇപ്പൊ ഈ ഉടനെ വേണ്ടതാണോന്ന്? ഉടനെ മീൻസ് ഇപ്പൊ ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ നമ്മളായിട്ടുള്ളൂ. 1 month ഒക്കെ കഴിയട്ടെ. നമുക്ക് വേണം, വാങ്ങേണ്ടതാണ്. പക്ഷെ 1 month ഒക്കെ കഴിയട്ടെ. ഇത് ചാറ്റ് ബോക്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ആരെങ്കിലും ഒക്കെ ആഡ് ചെയ്യാനായിട്ട്. ജോസ്മി ഗൂഗിൾ മീറ്റ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണേന്ന് പറഞ്ഞു. നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ട്. ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ മീറ്റിലേക്ക്, ഗൂഗിൾ മീറ്റിലേക്ക് വരും അല്ലെ? റോസ്മി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റോസ്മിക്ക് അതിനകത്ത് ഓഡിയോയുടെ ഒരു ബട്ടണും കാണാം, വീഡിയോയുടെ ഒരു ബട്ടണും കാണാം. അപ്പൊ വീഡിയോയും ഓഡിയോയും ജോസ്മിയുടെ ഓൺ ആണ്. അതാണ് ഞങ്ങൾക്ക് ജോസ്മി കേൾക്കാനും പറ്റുന്നത്, കാണാനും പറ്റുന്നത്. അപ്പൊ ക്ലാസ്സിൽ ജോസ്മി കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം വീഡിയോ ഓൺ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വീഡിയോ ഓഫ് ചെയ്യാം. പക്ഷെ ഓഡിയോ ഓഫ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ 2-3 പേര് ഒരുമിച്ച് സംസാരിക്കുമ്പോഴേക്കും എക്കോ വരുന്ന ഡിസ്റ്റർബൻസ് വരും. എന്തെങ്കിലും പറയേണ്ട സമയമാകുമ്പോൾ ഓഡിയോയുടെ ബട്ടൺ ഓൺ ചെയ്ത് അൺമ്യൂട്ട് ആക്കിയിട്ട് സംസാരിക്കാം. ഇപ്പോ ജോസ്മി ഒന്നും പറയാനില്ലെങ്കിൽ ഓഡിയോയുടെ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്തേ. മിസ്, ഇപ്പൊ കമന്റ് ബോക്സ് എന്ന് പറഞ്ഞില്ലേ, അത് എനിക്ക് മനസ്സിലായില്ല. ഏതാ? ജോസ്മി മൊബൈലിൽ നിന്നല്ലേ കയറിയേക്കണേ? അതെ അതെ. മൊബൈലില് എങ്ങനെയായിരുന്നു? മൊബൈലിൽ എങ്ങനെയായിരിക്കും? ഒരു മെസ്സേജ് ഉണ്ട്. പറഞ്ഞു കൊടുക്കൂ നംഷീന. ഒരു 3 ഡോട്ട്സ് അതാ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതുണ്ട്, ഇൻകോൾ മെസ്സേജ്. ഓക്കെ ഓക്കെ. അവിടെ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ മാം, ഈ സെമിനാർ പിന്നെ നമ്മള് A4 ഷീറ്റിലാ നമ്മൾ ഇതാക്കണ്ട? ഷീറ്റിൽ എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അത് നഷ്ടപ്പെട്ടു പോകാതെ സെക്യൂർ ചെയ്ത് വെക്കണം. നല്ലപോലെ പിൻ ചെയ്തോ ഫയൽ ചെയ്തോ ഒക്കെ വെക്കണം. അതേസമയം അതിന് വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക്, ഒരു കൊച്ചു നോട്ട്ബുക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ 2-3 സെമിനാർ ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ബുക്ക് മാർക്ക് ഒക്കെ വെച്ചിട്ടാക്കിയാലും നോട്ട്ബുക്ക് ആകുമ്പോൾ സേഫ് ആയിട്ടിരിക്കും. ഷീറ്റിൽ എഴുതാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആകാം. പക്ഷെ അതൊന്ന് സേഫ് ആയിട്ട് സെക്യൂർ ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. ഓക്കെ മിസ്, ഒരു ഡൗട്ടും കൂടെ. നമ്മൾ സർവേ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ 10 പേരെ, അത് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മളത് എഴുതുമ്പോ എങ്ങനെയാ? ഒരാളുടെ പേര്, ഏജ് അങ്ങനെയാണോ എഴുതേണ്ടത്? അല്ലെങ്കിൽ person 1, person 2 അങ്ങനെയാണോ? അതായത് നമ്മളിപ്പോ നിങ്ങൾ സർവേക്ക് പോയി, നിങ്ങളോട് സർവേ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുവാണെങ്കിൽ ആ ആളുടെ, ഇപ്പൊ ചിലർക്ക് പേര് പറയാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ അത് റെസ്പെക്ട് ചെയ്യണം. നമ്മൾ എക്സെന്നോ വൈന്നോ ഒക്കെ കൊടുത്താൽ മതി. അതല്ല, അങ്ങനെയാണ്. നമ്മൾക്കുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെന്ന ഡേറ്റ കളക്ട് ചെയ്യുക, പിന്നെ അസൈൻമെന്റ് ആയിട്ട് അത് എഴുതി വെക്കുക, ഡെഫിനേഷൻ ആയിട്ട് എഴുതി വെക്കുക. ഹെൽത്ത് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ, ഹെൽത്തി ആയിട്ടിരിക്കാൻ എടുക്കുന്ന സ്റ്റെപ്സ് നമ്മൾ ഈ കിട്ടിയ ഡേറ്റേനെ ബേസ് ചെയ്ത് എഴുതി. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒരു റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാം. റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് തോന്നുവാണ് ഞാൻ എന്തായാലും സർവേ ചെയ്തല്ലോ, അപ്പൊ ഞാൻ ഇത് റിപ്പോർട്ടായിട്ട് എഴുതണമെങ്കിൽ ഓരോ ആളുകളുടെ പേരോ ഏജും അവരുടെ ഹെൽത്ത് കണ്ടീഷൻസും ഒക്കെ മെൻഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ റിപ്പോർട്ടായിട്ട് എഴുതാം. നോ പ്രോബ്ലം. നമ്മൾ റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല, അസൈൻമെന്റ് ആയിട്ട് അതിന്റെ ഡെഫിനിഷൻ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കട്ടെ. ശരി മിസ്. ഒരു മൈക്ക് പോലത്തെ
മാം എത്രയാ പിന്നെ ഇത് പേജ് നമ്പർ എത്രയാന്നൊന്ന് പറയാവോ? നമ്മൾ തുടങ്ങുകയാണ് ഫസ്റ്റ് യൂണിറ്റ്, Starting. ഫസ്റ്റ് പേജ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അല്ലെ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതെ മാം, പേജ് നമ്പർ ഫസ്റ്റ്. എങ്ങനെയാ? സെമിനാർ എഴുതുമ്പോ നമ്മ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതിയാ മതിയാ? എന്താണ് സെമിനാർ എഴുതുമ്പോ നമ്മ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എഴുതണ്ടേ? ഇംഗ്ലീഷിൽ എഴുതണം. ആ. സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്താൽ മതി. ഇപ്പൊ തന്നെ നമുക്ക് ഒത്തിരി ടെക്നോളജി ഉണ്ട്. മലയാളത്തിൽ എഴുതിയിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താലും കുഴപ്പമില്ല. മാം ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാൻ ഇപ്പൊ കേറിയുള്ളൂ. ഇന്നത്തെ ടൈം ടേബിൾ അനുസരിച്ച് നിഷ മിസ് അല്ലേ? വെരി സോറി, ഞാൻ ഈ ബുധനാഴ്ച ഞാൻ ഈ വെള്ളിയാഴ്ച എനിക്ക് വരാൻ പറ്റില്ല. മോന്റെ സ്കൂളിൽ അതാണ് കാര്യം. ആനുവൽ ഡേ ആയതാണ്. അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടാ. ഓക്കെ. ആഗ്രഹമുണ്ടാണ്. കഴിഞ്ഞ ആരെങ്കിലും ക്ലാസ്സിൽ ഒന്ന് അറ്റൻഡ് number പറയാവോ? ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എത്ര പേജ് നമ്പർ പറഞ്ഞേ? റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിച്ച അതാണ്. ഞാൻ അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അല്ലല്ല, എടുത്തേനെ. നിഷ മിസ് കയറുമെന്ന് ഓർത്തിട്ട് മിസ്സിന്റെ ക്ലാസ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്ത് നോട്ട്സ് ഒക്കെ എഴുതിയത്. അപ്പൊ മിസ്സിന്റെ കഴിഞ്ഞ ക്ലാസ്സിന്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് അറിയത്തില്ല എന്താ എടുത്തേന്ന്. കണ്ടിന്യൂഷൻ. ഓക്കെ, താങ്ക് യു. പേജ് നമ്പർ പറയാവോ? ഫസ്റ്റ് പേജ് ഫസ്റ്റ്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറെ കഥകളൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നില്ലേ അല്ലേ? മാഡം, ഈഷ ടീച്ചറെ പറഞ്ഞു വിടണോ? വേണ്ട, മിസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്തോ. എന്നെ കണ്ടപ്പോഴേക്കും ഈ മിസ്സായിരുന്നു. നമ്മൾ പറഞ്ഞു ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, ഇത് മൂന്നും എന്താണെന്ന് നമ്മളൊന്ന് പറഞ്ഞു പോയി അല്ലെ? അപ്പൊ ഇത് കഴിഞ്ഞപ്പോ തന്നെ വീട്ടിൽ പോയി ഇരുന്ന് എല്ലാവരും വീട്ടിലിരുന്ന് ആലോചിച്ചു, ഓ ഞാൻ ഫിസിക്കൽ ഫിറ്റ്നസിന് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്റെ ഹെൽത്തിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചന വന്നോ? ആരുടെങ്കിലും മനസ്സിലൂടെ പോയോ? ഹെൽത്തി ആയിരിക്കാൻ ആ ടോപ്പിക് നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കാൻ പോവാണ്. ഹെൽത്തി ആയിരിക്കാൻ ഞാൻ എന്താ ചെയ്യണേ? അവര് തിരിച്ചിങ്ങോട്ട് ചോദിച്ചാലോ നമ്മളോട്? നമ്മൾ എന്ത് മറുപടി പറയും? നമ്മൾ ചെന്ന് ചോദിക്കണം. അപ്പൊ അവര് നമ്മളോട് തിരിച്ചു ചോദിക്കാം, നിങ്ങൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? മറു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ അതിനനുസരിച്ച് സർവേ ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഇപ്പം ഒഫീഷ്യൽ ആൾക്കാർ വരുമ്പോ പലരും അവർ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞ് അവരെങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞു വിടുക എന്നായിരിക്കും നമ്മുടെ ഉദ്ദേശം. അതേസമയം നമുക്ക് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ കുറെ കൂടെ അവർ ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ആകും അല്ലെ? അപ്പൊ അവര് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. സോ ഇപ്പൊ നിഷ് ടീച്ചർ എടുക്കുന്ന ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അല്ലെ? എന്തല്ലേ ടോപ്പിക്കിന്റെ പേര്? പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ് ഒക്കെ ടീച്ചർ എടുക്കുന്നുണ്ടാവും. അപ്പൊ അവിടെയും നമുക്ക് ഈ ഒരു കാര്യം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ മനസ്സിലാക്കുവാണെങ്കിൽ, ഞാൻ ഒരു ബാച്ചിന് ക്ലാസ് എടുക്കാൻ നേരത്തെ ഈ ഒരു ടോപ്പിക്, ഈ ഒരു നിഷ് ടീച്ചർ നിങ്ങൾക്ക് എടുക്കുന്ന ഒരു ലെസൺ ഞാൻ അവർക്ക് എടുത്തിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ടെക്സ്റ്റിലില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് വൈറ്റമിൻസ് ഉണ്ടല്ലോ, 13 വൈറ്റമിൻസ് ഉണ്ടല്ലേ? അതായത് ഇത് വാട്ടർ സോളുബിളും അങ്ങനെ അതല്ലാത്തതുമായിട്ടുള്ള 13 വൈറ്റമിൻസ് കൊടുത്ത് ഓരോ വൈറ്റമിൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ അതിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകും, നമ്മുടെ ബോഡിയിൽ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ വൈറ്റമിൻസിന്റെ സയന്റിഫിക് നെയിം, കെമിക്കൽ നെയിം, സയന്റിഫിക്കിനേക്കാളും കെമിക്കൽ നെയിം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും അതെല്ലാം അറിയാം. കാരണം എല്ലാരും അമ്മമാരാ, അവർക്ക് അതൊക്കെ അറിയാം. കാരണം അവര് എന്താന്ന് വെച്ചാല് കുഞ്ഞു ബേബീസ് ഒക്കെ ഉണ്ടാകുമ്പോ ഭയങ്കര കൺസേൺ ആണല്ലേ? എപ്പോഴാണെങ്കിലും നമ്മുടെ മക്കളെ കുറിച്ചും നമ്മളുടെ ഫാമിലിയെ കുറിച്ചും നമുക്കൊരു കൺസേൺ ഉണ്ട്. അപ്പൊ ഈ കുട്ടികൾക്ക് ഡോക്ടേഴ്സ് മെഡിസിൻസ് എഴുതി കൊടുക്കുമ്പോ ഇവര് കുട്ടിക്ക് കൊടുക്കണതിന് മുമ്പ് ഇതിന്റെ കണ്ടന്റ്സ് മുഴുവൻ നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്യും. ഈ മരുന്ന് എന്റെ കൊച്ചിന് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവോ? എന്തുകൊണ്ടാണ് ഡോക്ടർ ഇത് കൊടുത്തത്? എന്തോ ഒരു ഡെഫിഷ്യൻസി വന്നത് കൊണ്ടാണ് ഡോക്ടർ കൊടുത്തത്. അപ്പൊ അത് അവർക്ക് ആ ഒരു സെഷൻ എടുത്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവർക്ക് എല്ലാത്തിന്റെയും കെമിക്കൽ നെയിം അറിയാം. അവർക്ക് എന്തിനാണ് ആ മെഡിസിൻ, എന്തിനാണ് ആ ഒരു വൈറ്റമിന്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ ബോഡിയിൽ ആ വൈറ്റമിൻ കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും, അങ്ങനെ അത്രയും ഫാമിലി കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ആ ഒരു കൺസേൺ, കരുതൽ ഞാൻ കണ്ടിരുന്നു ആ ഒരു ബാച്ചിലെടുത്തപ്പോൾ. പിന്നെ എനിക്ക് പല ബാച്ചിലൊന്നും എടുക്കേണ്ട വന്നില്ല. ആദ്യത്തെ 1-2 ബാച്ചിലെ ഞാൻ ഈ ടോപ്പിക് എടുത്തുള്ളൂ. ടീച്ചേഴ്സ് ഇല്ലായിരുന്നു. ഓക്കെ,
സോ അപ്പൊ നിങ്ങളും ഒന്ന് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. വൈറ്റമിന്റെ കുറേ വൈറ്റമിൻസ് ഉണ്ടല്ലോ, 13 അല്ലേ, 13 അല്ലേ ഉള്ളത്, ആണോ അല്ലേ? അതോ എടുത്തില്ലേ, ആ ടോപ്പിക് എടുത്തില്ലേ? ഫാറ്റ് സോളിബിളും വാട്ടർ സോളിബിളും വൈറ്റമിൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചില്ലായിരുന്നോ? അത് ജസ്റ്റ് ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാ വൈറ്റമിൻസിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അത് നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതില് കാര്യം പറഞ്ഞു വരുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഫുഡ് കൾച്ചർ ഉള്ള ആൾക്കാരാണല്ലേ. ഡെഫിനറ്റ്ലി ഫുഡ് നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. ശരിയല്ലേ? നല്ല ഭക്ഷണം, നല്ല ഹൈജീൻ ആയിട്ടുള്ള ഭക്ഷണം, നല്ല റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് നന്നായിരിക്കും. നമുക്കറിയാം, വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത തന്നെയായിരിക്കും അല്ലെ. അപ്പോ കറക്റ്റ് അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് വെജിറ്റേറിയൻ ഫുഡിനോടായിരിക്കും താല്പര്യം, നോൺ വെജ് ഫുഡിനോടായിരിക്കും ചിലർക്ക് താല്പര്യം. ചിലര് വെജിറ്റേറിയൻ മാത്രം പക്ഷെ മുട്ട കഴിക്കും, ചിലര് വെജിറ്റേറിയൻ മാത്രം ഫിഷ് കഴിക്കും, പെസ്കറ്റേറിയൻ അങ്ങനെ എന്തോ ആണ് അതിന് പറയുന്നത് തോന്നുന്നു. ഫിഷും വെജിറ്റബിൾ മാത്രം കഴിക്കുന്നവര്. ചിലര് എന്താ പറയാ, പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട്, അതായത് വീഗൻസ്. എന്താ വീഗൻസ്? മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒന്നും കഴിക്കത്തില്ല, പാല്, മുട്ട അങ്ങനെയുള്ളതൊന്നും. അനിമൽ പ്രോഡക്ട്സിലും കൂടെ വരുന്നതൊന്നും അവര് ഉപയോഗിക്കില്ല. ഭക്ഷണം മാത്രല്ല, ഇങ്ങനെ ലെതർ പ്രോഡക്ട്സ് ഒക്കെ ഇല്ലേ, അനിമൽസിന്റെ സ്കിൻ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ ബാഗ്, ചെരുപ്പ്, അങ്ങനെയുള്ള ഒരു ആക്സസറീസും അവർ യൂസ് ചെയ്യില്ല. ഡയറി പ്രോഡക്ട്സ്, പാല്, മുട്ട, വെണ്ണ, തൈര്, അങ്ങനത്തെ ഒന്നും, അങ്ങനെയുള്ളതൊന്നും അവർ ഉപയോഗിക്കില്ല. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് വെജിറ്റേറിയൻ മാത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാരെയാണ് വീഗൻസ് എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഡെഫിഷ്യൻസി കൂടുതലായിരിക്കും. ആവശ്യത്തിനുള്ളതൊന്നും ഇവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഡോക്ടേഴ്സ് വീഗൻ ആണെങ്കിൽ ഇവർക്ക് അതിന് വേണ്ടുന്ന സപ്ലിമെന്റ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ സപ്ലിമെന്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പല പല മാർക്കറ്റില് പല സപ്ലിമെന്റ്സ് ഇറങ്ങുന്നുണ്ടല്ലേ. അത് നമ്മളൊക്കെ അങ്ങനെ വിശ്വസിച്ച് ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ പലതും എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇത് പറയാൻ കാരണം, എന്റെ വീടിനടുത്ത്, എന്റെ വീട് തിരുവമ്പാണ്, വീടിനടുത്ത് അമ്മ പറഞ്ഞൊരു അറിവാട്ടോ. അമ്മ ഇങ്ങനെ പറയായിരുന്നു, ഇങ്ങനെ സ്ഥിരം അമ്മ അമ്പലത്തിൽ പോകുമ്പോൾ സ്ഥിരം അവിടെ കാണുന്ന ഒരു ചേച്ചി, 50 വയസ്സ് അത്രയൊക്കെ ആയിട്ടുള്ളൂ. പുള്ളിക്കാരി കാണാനൊക്കെ നല്ല മിടുക്കിയായിട്ട് തന്നെ ഇരിക്കുകയാണ്, ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണ്. പുള്ളിക്കാരി കുറച്ചുകൂടെ ഒന്ന് യങ് ആകാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ഇതുപോലൊരു ഏജൻസിയുടെ അടുത്ത് പോയി അവരുടെ എന്തോ ഒരു പ്രോഡക്റ്റ് കഴിച്ചു, എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ കുറച്ച് അവരത് കൺസ്യൂം ചെയ്ത് 1 വീക്ക് കഴിഞ്ഞതേ ഇവര് സ്ട്രോക്ക് വന്നുകൊണ്ട് കിടപ്പായി. ഇപ്പൊ സംസാരിക്കാനും പറ്റില്ല, ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചുണ്ടിങ്ങനെ കോടിയിരിക്കുകയാണ്. ഒരാളുടെ സഹായമില്ലാതെ ഇവർക്ക് നടക്കാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു എന്ന് പിന്നെ അമ്മ ഇങ്ങനെ എന്നോട് പറയണ്ടേ. അപ്പൊ നമ്മളിങ്ങനെ ഒരു സപ്ലിമെന്റ്സ് ഫോളോ ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റ് ഓതന്റിക് ആണോ എന്നുള്ളത് മനസ്സിലാക്കി തന്നെ സപ്ലിമെന്റ്സ് ഫോളോ ചെയ്യും. വീഗന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ഒരു ആക്ട്രസ് ഉണ്ട്, പാർവതി തിരുവോത്ത്, അറിയാമോ അവരെ? ഒരു ആക്ട്രസ് ഇല്ലേ പാർവതി എന്ന് പറഞ്ഞ, അങ്ങനെ ഒരു എല്ലാ മൂവീസിലും കയറി ചാടിക്കേറി അഭിനയിക്കുന്നവരല്ല, അവരെ സെലക്റ്റീവ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു ലേഡിയാണ്. അവരൊരു വീഗനാണ്. അറിയാവുന്ന ഒരു വീഗൻ അവരായതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമുക്കൊരു ഡെഫിഷ്യൻസി, ചിലർക്ക് ചില ഫുഡ് അലർജി ഉണ്ടാകും, അപ്പൊ നമ്മളോട് അത് കഴിച്ചുകൂടാ എന്ന് പറയും. അപ്പൊ അത് കഴിക്കാതിരിക്കുമ്പം അതിൽ നിന്ന് കിട്ടേണ്ട ചില നല്ല പ്രോട്ടീൻ വൈറ്റമിൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ, അതിന്റെ ഒരു ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞ് അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ഡോക്ടർ നമുക്ക് ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്തു തരാം. അപ്പൊ അങ്ങനെ നമ്മൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നോക്കുക. ഭക്ഷണം അല്ല എന്തെങ്കിലും കഴിച്ച് വയറ് നിറയ്ക്കാം എന്നുള്ള രീതിയിൽ ആരും നോക്കരുത്. നമ്മളുടെ ഹെൽത്താണ്, നമ്മളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, അത് നമ്മളുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാത്രമല്ല, കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പലർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഫിസിക്കൽ ഫിറ്റ്നസ് എടുക്കാം, നമ്മുടെ ഏജിനനുസരിച്ചും ഹെൽത്തിന് അനുസരിച്ചും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് മെത്തേഡ് എടുക്കാം. ചില ഡാൻസിലൂടെ അതുമ്പോൾ നമ്മൾ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിൽ സന്തോഷിക്കും. സൂംബ ഡാൻസ് ഉണ്ട്, എറോബിക്സ് ഉണ്ട് അല്ലെ. ചിലർ സ്വിമ്മിങ് ചെയ്യും, ചിലർ സൈക്ലിംഗ് ചെയ്യും, ചിലർ നടക്കും, ചിലർ ഓടും. ഇപ്പം പ്രായമായവരൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് നടത്തം, വാക്കിംഗ്.
പിന്നെ വെൽനെസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്കൊരു സന്തോഷം, സമാധാനം വരുന്ന ഒരു അവസ്ഥ അല്ലെ. പലപ്പോഴും വെൽനെസ് എന്നുള്ളത് നമ്മൾ ഒരാളിൽ ഒതുങ്ങി നിൽക്കില്ല. നമുക്ക് ചുറ്റുമുള്ളവരും, നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവരും, നമ്മളുടെ റിലേഷൻഷിപ്പിൽ വരുന്നവരും ഒക്കെ അവരെല്ലാരും ഹാപ്പി ആവുമ്പോഴാണ് നമുക്കും ഒരു സന്തോഷം കൂടുന്നത് അല്ലെ. അല്ലാണ്ട് ഞാൻ സന്തോഷമാണ്, എനിക്ക് മാത്രമേ, മറ്റുള്ളവരുടെ കാര്യം എനിക്ക് തോന്നുന്ന ആവശ്യമില്ല. ആ ഒരു സ്വാർത്ഥ മനോഭാവം ഒന്നുമല്ല. അതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ തുടങ്ങുന്നത്. സോ ഫസ്റ്റ് വരുന്നത് ഹെൽത്തിനെ കുറിച്ചാണ്. ഓക്കെ, അതിന്റെ ഒരു ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് പോലെ ഒരു കൊച്ചു പാരഗ്രാഫ് ഉണ്ട്. അതൊന്നാരേനും വായിക്കാം. എന്നിട്ട് ഹെൽത്തിന്റെ പാരഗ്രാഫും കൂടെ ഒന്ന് വായിക്കും. ആരാ റെഡി ആയിട്ടുള്ളത്? യെസ്, ഞാൻ വായിക്കാം. ആരോ 2-3 പേര് വന്നല്ലോ. കുഴപ്പമില്ല, നമുക്ക് ഇനിയും ഭാഗങ്ങളുണ്ട് വായിക്കാനായിട്ട്. അതുകൊണ്ട് ഇപ്പൊ ആരാ പറഞ്ഞതെന്നൊന്നും ഞാൻ കണ്ടില്ല. അങ്ങ് തുടങ്ങിക്കോ. അടുത്ത ആൾ അടുത്തത് വായിച്ചു. ഓക്കെ, ഞാൻ വായിക്കാം. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. അതിന്റെ ഹെൽത്തിന്റെ മുകളിൽ കിടക്കുന്നല്ലേ മാഡം? ആ ഒരു പാരഗ്രാഫും ഹെൽത്തിന്റെ പാരഗ്രാഫും ഇല്ലേ താഴെ ഒരു ബുള്ളറ്റ് ബ്ലാക്ക് മാർക്ക് ഇട്ടിട്ട് അതും കൂടെ വായിക്കും. It is the duty of all the individuals to care for and maintain a happy and worthy human life. This can be made possible only by paying consideration to wellness that includes health and physical fitness. Health is the state of being identical with freedom from diseases and illness that includes a positive fundamental associated with the quality of life and positive well-being also. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരുടെയും ഒരു ഡ്യൂട്ടിയാണ് ആ ഒരു റെസ്പോൺസിബിലിറ്റി. നമ്മളുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുക, ഒരു ഹാപ്പി ആൻഡ് വർത്തി ഹ്യൂമൻ ലൈഫ്, നല്ല വാല്യൂ ഉള്ള ക്വാളിറ്റി ഉള്ള ഒരു ഹ്യൂമൻ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. നമ്മൾ കുറേ നാളുകള് ജീവിച്ചിരിക്കുന്നതാണോ, അതായത് നമ്മുടെ ലൈഫിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതാണോ, കാലം കൂടുന്നതാണോ, ചിലപ്പോ കഷ്ടപ്പെട്ട് അസുഖം പിടിച്ച് വെടിക്കിടന്ന് മരുന്ന് കഴിച്ച് അങ്ങനെയുള്ള ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ആണോ നല്ലത്, ക്വാളിറ്റി ഓഫ് ലൈഫ് ആണോ നല്ലത്? ക്വാളിറ്റി ഓഫ് ലൈഫ്. നമുക്ക് അസുഖമൊന്നും ആയി ബുദ്ധിമുട്ടാകാതെ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മളുടെ ഹെൽത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് ഉള്ള ജീവിതം, അതാണ് നമ്മൾക്ക് എപ്പോഴും സമാധാനം തരുന്നത്. മറ്റേത് എപ്പോഴും ഡോക്ടറെ കണ്ട് മരുന്നും വാങ്ങിച്ച് ആരുടെങ്കിലും സഹായം, ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം, ഒന്ന് പതുക്കെ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ തന്നെ ഒരാൾ വേണം, അല്ലെങ്കിൽ വീൽ ചെയർ അല്ലെങ്കിൽ ബെഡില്, അങ്ങനത്തെ രീതിയിൽ കുറെ വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ക്വാണ്ടിറ്റി ഓഫ് ലൈഫിനേക്കാളും എപ്പോഴും ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെയാണ് നല്ലത്, ഒരു വർത്തി ലൈഫ്. ഇത് അങ്ങനെ ഒരു ലൈഫ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ശരിക്കും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, അതുപോലെ തന്നെ വെൽനസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു അസുഖത്തിൽ നിന്നും നമ്മൾ മോചിതരാകുന്ന, അതായത് ഫ്രീഡം ഫ്രം ഡിസീസ്, ഇൽനസ്, എന്തെങ്കിലും രോഗങ്ങൾ, അസുഖങ്ങൾ, അതിൽ നിന്നുള്ള ഫ്രീഡം, അത് മാത്രമല്ല ശരിക്കും ഹെൽത്ത് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഏരിയയിലും നമ്മൾ ഹാപ്പി ആയിരിക്കണം. അത് മാനസികമായിട്ടും സാമൂഹികമായിട്ടും അങ്ങനെയുള്ള സോഷ്യൽ ആസ്പെക്ട്സിലും മെന്റൽ ആസ്പെക്ട്സിലും എല്ലാം നമ്മൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റണം. അത് തന്നെയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെയാണ് പോസിറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്. അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, അതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, ബീയിങ് ഹാപ്പി, എല്ലാ രീതിയിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആകുന്നത്. ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ, ഈ 3 രീതിയിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്, അതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഹെൽത്തി റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയില്ലേ, നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പാണ്. ഹെൽത്തി ഡിസ്കഷൻ, അവിടെയൊക്കെ നമ്മൾ ഈ ഹെൽത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. നല്ല ഹെൽത്തി ഡിസ്കഷൻ ആണ് നടന്നത്, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, കൺഫ്യൂഷൻസോ കോൺഫ്ലിക്റ്റോ തമ്മിത്തല്ലോ ഒന്നും ഉണ്ടായില്ല. ഹെൽത്തി ഡിസ്കഷൻ, ഹെൽത്തി റിലേഷൻഷിപ്പ്,
എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഹെൽത്ത് എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് മാത്രമല്ല, നമ്മളുടെ മാനസിക സാമൂഹികമായിട്ടുള്ള എല്ലാ ആ ഒരു ഹാപ്പിനെസ്സും കൂടെ ചേരുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് ബാലൻസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നമ്മളുടെ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ഹെൽത്തിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കേട്ടിട്ടുണ്ടോ? WHO. WHO ഹെൽത്തിന് കൊടുത്തൊരു ഡെഫിനിഷൻ അതായിരുന്നു. അവരതൊരു ട്രയാങ്കിളിലൂടെയാണ് ആ ഡെഫിനിഷൻ കൊടുത്തത്. ഹെൽത്ത് ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ ആണ് ട്രയാങ്കിൾ. ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് വരുന്ന 3 സൈഡ് വരുന്ന ഒരു പോളിഗൺ ആണ് ട്രയാങ്കിൾ. അപ്പൊ ഈ ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ഹെൽത്തിന്റെ ഒരു ഹെൽത്ത് ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ അതിന്റെ ഒരു സൈഡ് മെന്റൽ ഹെൽത്ത്, ഒരു സൈഡ് ഫിസിക്കൽ ഹെൽത്ത്, ഒരു സൈഡ് സോഷ്യൽ ഹെൽത്ത്. ഇതാണ് WHO ഹെൽത്തിന് കൊടുത്തൊരു ഡെഫിനിഷൻ. ഇതിന്റെ 3ന്റെയും ബാലൻസ് ആണ് നമ്മളുടെ ആകെ ഹെൽത്തിന്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത്. നമ്മളൊരു ഹെൽത്തിനെ പറയുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങളുടെ ബാലൻസ്, മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, ഈ 3 കാര്യങ്ങളുടെ ബാലൻസ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ട്രയാങ്കിൾ ഒക്കെ ഒന്ന് വരച്ചു വെച്ച് ഈ 3 സൈഡ്സിൽ ഓരോന്നും മാർക്ക് ചെയ്ത് വെച്ചു. ഇങ്ങനെയൊന്നും നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലില്ല, ഞാൻ പറഞ്ഞു എഴുതും. ട്രയാങ്കിൾ ചുമ്മാ റഫായിട്ട് വരയ്ക്കാം. ഒരു സൈഡിൽ മെന്റൽ ഹെൽത്ത്, ഒരു സൈഡിൽ ഫിസിക്കൽ ഹെൽത്ത്, ഏത് സൈഡിൽ നിങ്ങൾക്ക് എടുക്കാം. 3ാമത്തെ സൈഡിൽ സോഷ്യൽ ഹെൽത്ത്. ഇത് 3ഉം കൂടെ കംപ്ലീറ്റ് ആകുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO. ഇനി നെക്സ്റ്റ് വൺ ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ആ ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്ന് വായിക്കണം. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റില് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് ചെറിയൊരു സബ് ഹെഡിങ് കൊടുത്തിട്ട് പറഞ്ഞു തുടങ്ങുന്നത് ഫിസിക്കൽ വെൽനെസ് എന്ന് പറഞ്ഞിട്ടാണ്. ആ വെൽനെസ് എന്നുള്ളത് മാറ്റി ഫിറ്റ്നസ് എന്നാക്കുക. ഓക്കെ, ഇനി അതാരെങ്കിലും വായിച്ചു? കുറച്ചു മുമ്പ് ആരോ ഞാൻ വായിക്കാന്ന് പറഞ്ഞിരുന്നു. 2ാമത് ആരെന്തേലും പേര് കേട്ടില്ല കേട്ടോ, സോറി. വായിച്ചോളൂ കേട്ടോ. ഇപ്പൊ വേണ്ടേ? വായിക്കണ്ടേ? വായിക്കും മിസ്സേ. Physical fitness. Physical fitness is the ability to bring out daily tasks with vigor, alertness, without undue weakness. It also means having ample energy to engage in leisure time activities and to handle the stress encountered in emergency situations. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളൊന്ന് പറഞ്ഞ നമ്മളുടെയൊക്കെ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലെ. ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾക്ക് ഇപ്പോ നമ്മൾ ദിവസവും നമ്മുടെ വീട്ടില് പല ജോലികളും ചെയ്യാറുണ്ട് അല്ലെ. രാവിലെ എണീക്കുന്നു, കിച്ചണിലെ കാര്യങ്ങൾ നോക്കുന്നു, വീട് ക്ലീൻ ചെയ്യുന്നു, ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ചെടികളെ നോക്കുന്നു, മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവിഷൻസ് വാങ്ങാനും പച്ചക്കറികൾ വാങ്ങാനും അങ്ങനെ ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നല്ല എനർജിയോടുകൂടി വിത്ത് വിഗർ എന്ന് പറഞ്ഞ എനർജി, നല്ല എനർജിയോടുകൂടി വിത്തൗട്ട് അൺഡ്യൂ വീക്ക്നെസ്, അത് എക്സസീവ് ആയിട്ട് ക്ഷീണിക്കാതെ നമ്മൾ ചെയ്യും. നമുക്ക് ചില ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെയിലി ചെയ്യുന്ന ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡി വീക്കാണ്. അപ്പൊ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് അലേർട്ടായിട്ട് വിത്ത് വിഗർ എന്ന് പറഞ്ഞ എനർജി, നല്ല എനർജറ്റിക് ആയിട്ട് അലേർട്ടായിട്ട് നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് ആ ഒരു സ്പീഡോട് കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മളുടെ ഒരു എബിലിറ്റി. അപ്പൊ നമ്മൾ പറയും ഫിസിക്കലി നല്ല ഫിറ്റ് ആണ് നമ്മൾ പറയും അല്ലെ. ഒരു 20 കിലോമീറ്റർ മാരത്തോൺ അതൊരാള് ജയിച്ചു വരുന്നു. സോ അയാള് അതിൻ്റെതായിട്ടുള്ള ക്ഷീണമൊന്നും അയാൾ കാണിക്കുന്നില്ല. ദാറ്റ് മീൻസ് പറയുമ്പോൾ അയാൾ ഭയങ്കര ഫിസിക്കലി നല്ല സ്റ്റാമിനയാണ്, നല്ല ഫിസിക്കലി അയാൾ ഭയങ്കര ഫിറ്റ് ആണ് നമ്മൾ പറയും. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ടാസ്കുകള് നമുക്ക് വീക്ക്നെസ് ഒന്നും ഇല്ലാതെ നല്ല എനർജിയോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ ഫിസിക്കലി ഫിറ്റ്നസ്. ഏജ്ഡ് ആവുമ്പോൾ നമ്മൾ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസൈസ് വെച്ചിട്ട്. അതുപോലെ തന്നെ നമുക്ക് പല ലെഷർ ടൈം ആക്ടിവിറ്റീസ്, നമ്മുടെ വിനോദം,
വിനോദം, അതായത് ഹോബീസ് ആണെങ്കിലും നമ്മുടെ ഇൻട്രസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനും, സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാനും, ഒരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്നൊരു സ്ട്രെസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാനും പറ്റും. അത് തന്നെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് അതിനും ഒരു കാരണം. അതിനുള്ള എനർജി നമുക്ക് കിട്ടുന്നത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയി ഇരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ആള് ഡൗൺ ആയി പോകും, ബോഡി അങ്ങ് തളർന്ന് ഒരുമാതിരി ആയിരിക്കും. പക്ഷെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വെൽനസ് എന്നുള്ള ടോപ്പിക്കാണ് താഴെ കാണുന്നത്. പക്ഷേ വെൽനസിലേക്ക് പോകാതെ, ആ ഒരു പാരഗ്രാഫിലേക്ക് പോകാതെ തൊട്ട് താഴെ കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞത് ഞാൻ അതാണ് എടുക്കുന്നത്. വെൽനസ് ലാസ്റ്റ് എടുക്കാം. കാരണം വെൽനസ് ആ ഒരു കുഞ്ഞ് 3 സെന്റൻസ് 3 ലൈൻസ് നമുക്ക് പോരാ, അതിൽ കൂടുതൽ നമ്മൾക്ക് വെൽനസ് പഠിക്കാനുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസുമായിട്ട് കണക്ട് ചെയ്തത് പറഞ്ഞിട്ട് നമുക്ക് വെൽനസിലേക്ക് പോകാം എന്ന് ഉദ്ദേശിച്ചാണ്. അപ്പൊ കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ അത് ഒന്ന് ഓരോ പോയിന്റ് ആയിട്ട് ഓരോരുത്തർ വായിക്കാം. കാരണം നമുക്ക് ഓരോ പോയിന്റ് വായിച്ചിട്ട് നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് എന്തെങ്കിലും എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാം, നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാം കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഓരോരോ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു പോവാം. കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. എന്താണ്? Strength. Yes. A health-related component of physical fitness that relates to the capacity of the muscle to exercise. ഹെൽത്ത് റിലേറ്റഡ് കമ്പണന്റ് അല്ലെ, ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പണന്റ് ആണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മസിൽസിന് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ്, അതാണ് സ്ട്രെങ്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്റെ മുന്നിൽ ഇപ്പൊ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിനെ എനിക്ക് അങ്ങോട്ട് തള്ളി നീക്കാനായിട്ട് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ്, അപ്പൊ അത് എന്നെ കൊണ്ട് അതൊന്നും അനക്കാൻ പോലും പറ്റുന്നില്ല. ദാറ്റ് മീൻസ് എന്റെ ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സ്ട്രെങ്ത് എന്നുള്ളത് ലോ ആയിരിക്കും അല്ലെ. ചിലര് എടുത്ത് പൊക്കും, ബാഹുബലി അല്ലെ, അടുത്തിങ്ങനെ വലിയ പാറകളൊക്കെ പൊക്കുന്നു, ആൾക്കാരെ പൊക്കുന്നു, അതൊക്കെ നമുക്ക് കാണാം. ഇപ്പോഴത്തെ സേവ് ദ ഡേറ്റിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു സീനാ ഇങ്ങനെ എടുത്തു പൊക്കുന്നതല്ലേ. ഓക്കെ, ഇപ്പൊ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ മസിൽസിന് എത്രത്തോളം ഫോഴ്സിനെ എക്സേർട്ട് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് എന്തെങ്കിലും ഒന്ന് പുഷ് ചെയ്യുക, ഒരു ഷെൽഫ് അല്ലെങ്കിൽ ഒരു ടേബിള് പുഷ് ചെയ്യാനായിട്ട് ഞാൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അതെന്റെ സ്ട്രെങ്ത്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്രത്തോളം ഞാൻ സ്ട്രോങ് ആകണം. എനിക്കത് ഫോഴ്സ് എക്സേർട്ട് ചെയ്തതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റണമെങ്കിൽ ദാറ്റ് മീൻസ് എനിക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ആ ഒരു കപ്പാസിറ്റി, മസിൽസിനെ എക്സേർട്ട് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ്, ആ ഒരു കപ്പാസിറ്റിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതൊരു ഹെൽത്ത് റിലേറ്റഡ് കമ്പണന്റ് ആണ്, ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഒരു ഹെൽത്ത് റിലേറ്റഡ് കമ്പണന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എൻഡ്യൂറൻസ്. ആയിക്കട്ടെ. പ്ലീസ്. Endurance, a health-related component of physical fitness that relates to the muscle's ability to continue to perform without weakness. ഓക്കെ, എൻഡ്യൂറൻസ്. ഓക്കെ, അതായത് നമ്മളുടെ മസിൽസിന് വീക്ക്നെസ് ഇല്ലാതെ നമ്മുടെ മസിൽസിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുക. അതാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ കായികക്ഷമത പരീക്ഷ എന്നും പറഞ്ഞിട്ട് ചില ജോലികൾക്ക് നമ്മൾ റിട്ടൺ എക്സാം കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാവും അല്ലെ, ഫിസിക്കൽ ടെസ്റ്റ് അല്ലെ. പോലീസ്, ആർമി അങ്ങനെയുള്ള മേഖലകളിലുള്ള ജോലികൾക്ക് അത് കാണാം. ഡ്രൈവർ അങ്ങനെയുള്ളവർക്കൊക്കെ കാണും. ഈ പോലീസ് ജോബിന്റെ ഒക്കെ ചില ടെസ്റ്റുകൾ ചിലപ്പോൾ വലിയ ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ നടക്കുന്നത് ആരെങ്കിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അതിൽ കാണാൻ ഇത്ര റൗണ്ട് ഓടിക്കുന്നു, കയറിലൂടെ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ മുകളിൽ കയറുന്നു, ചില ബാരിയേഴ്സ് ഇട്ടിട്ട് ചാടുന്നു. ഓക്കെ, സ്വപ്നം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. കണ്ടതിൽ സന്തോഷം. ഓക്കെ, സോ എൻഡുറൻസ് അതാണ് നമ്മളുടെ ആ ഒരു സ്റ്റാമിന എന്ന് പറയില്ലേ, നല്ല സ്റ്റാമിനയാണ് അയാൾക്ക് എന്ന് പറയും അല്ലെ. അത് ആ ഒരു കാര്യം ഒറ്റയ്ക്ക് അത് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയും. ഇത്ര ദൂരം ഓടി യാതൊരു വീക്ക്നെസ്സും ഇല്ലാതെ ഇത്രയ്ക്ക് സ്റ്റാമിനയാണ് ആൾക്ക് എന്ന് പറയും. മാരത്തോണിലൊക്കെ പങ്കെടുക്കുന്ന ചില ആൾക്കാര് 10 കിലോമീറ്റർ, 20 കിലോമീറ്റർ, 41 കിലോമീറ്റർ ഒക്കെ അവർ ഓടും.
ഭയങ്കര സ്റ്റാമിനയാന്ന് നമ്മൾ പറയും. വിത്തൗട്ട് വീക്ക്നെസ് ആ ഒരു ജോബ് അവർക്ക് പെർഫോം ചെയ്യുന്ന കപ്പാസിറ്റീനെ പറയുന്നതാണ് എൻഡുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെങ്ത്തും എൻഡുറൻസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? നിങ്ങൾക്ക് ഏതെങ്കിലും ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും എക്സാമ്പിളോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല. അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ട്രെങ്ത് നമുക്കുണ്ട് അല്ലെ? നമ്മുടെ മസിൽസിന് അത് എക്സേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്ഷീണമൊന്നുമില്ലാതെ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള ആ ഒരു എൻഡ്യൂറൻസ് ഉണ്ട്. എനിക്ക് ഹിറ്റ് അടിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാനങ്ങ് ക്ഷീണിച്ചു പോകും. അപ്പം എപ്പോഴും അതിനൊരു ഹെൽപ്പ് ഞാൻ നോക്കാറുണ്ട് എവിടെ താമസിക്കാൻ ചെല്ലുമ്പോഴും. അങ്ങനെ ഇവിടെ എനിക്ക് അത്യാവശ്യം കുറച്ചധികം മിറ്റുണ്ട്. അപ്പൊ ആദ്യം ഒരു കുട്ടി വന്നു, പക്ഷെ എനിക്ക് മനസ്സിലായി അതിനെ കൊണ്ട് പറ്റുന്നില്ല, അതിനുള്ള ആരോഗ്യം അതിനില്ല. അപ്പൊ ഞാൻ അതിനോട് പറഞ്ഞു, സാരില്ല, പറ്റാത്തൊരു പണി എനിക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ വേറെ ആരെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അടുത്തുള്ള ഒരു ചേച്ചിയെ ആക്കി തന്നു. പക്ഷെ ആൾക്ക് നല്ല ഏജ് ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വിഷമം, പ്രായമുള്ള ഒരാളെ കൊണ്ട് ഞാൻ എങ്ങനെ ഇത്രയും മിറ്റടിപ്പിക്കും? പക്ഷെ എന്ത് ഭംഗിയായിട്ട് വളരെ ഹാപ്പി ആയിട്ട് അവരെ മിറ്റടിക്കുന്നു അറിയുമോ? അവരൊട്ടും തളരില്ല. അതുപോലെ എന്നിട്ട് മിറ്റടിക്കാൻ കഴിഞ്ഞ് വേറെയും പണി ഞാൻ പറയാത്തതും ചെയ്തു തരും. വാഴയ്ക്ക് തടവെടുക്കുന്നു, തെങ്ങിന് തടവെടുക്കുന്നു, ഭയങ്കര സ്പീഡിൽ അവർ ചെയ്യുന്നു. 70 വയസ്സിന് മുകളിലുണ്ട്. ആദ്യം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു, ഇത്രയും പ്രായമുള്ള ഒരാളെ കൊണ്ട് ഇത് ചെയ്യിക്കണം. അവര് പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, ഞാൻ പല പണികൾക്കും പോയിട്ടുള്ളതാണ്, കല്ല് ചുമക്കാനും അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഹസ്ബൻഡിന്റെ കൂടെ പല പണികൾക്ക് പോയിട്ടുണ്ട്, കൽപ്പണിക്കൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ എന്നാലും പ്രായം ഒരു ഫാക്ടറാണല്ലോ. പക്ഷെ ഒരു തളർച്ചയില്ലാതെ അവര് ദിവസവും വന്ന് ആ കാര്യം ചെയ്തിട്ട് പോകും. അപ്പൊ അത് അവരുടെ ഒരു സ്റ്റാമിനയാണല്ലേ. ചിലപ്പോൾ ഭയങ്കര മസിൽസ് ഒക്കെ ഉള്ള ഒരാളോട് മിറ്റടിക്കാൻ പറഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ആ ഒരു പണി പറ്റാണ്ട് വരുമായിരിക്കും, അയാൾ തളർന്നു പോവുമായിരിക്കും. പക്ഷെ ഇവര് ഭയങ്കര മിടുക്കിയായിട്ട് അതിങ്ങനെ ചെയ്യും. അപ്പൊ അത് അവരുടെ ഒരു സ്റ്റാമിനയാണ്. ദാറ്റ് ഇസ് എൻഡുറൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി. ആരാ വായിക്കും? Flexibility, a health-related content of physical strength that relates to the range of motions available at a job. ഇത് വായിച്ചിട്ട് ആർക്കെങ്കിലും ഇത് റിലേറ്റ് ചെയ്ത് പറയാൻ തോന്നുന്നുണ്ടോ? എനിക്ക് പറയാം, ഞാൻ പറയട്ടെ എന്നങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ്. ഫ്ലെക്സിബിലിറ്റി. നമുക്ക് ഒരു ജോലി ചെയ്യണം, നോക്കുകയാണ്, ഈ സെയിം ജോബ് തന്നെ പലരും പല രീതി ചെയ്യുന്നതാണ് അല്ലെ. ചിലര് വളരെ ഈസി ആയിട്ട് ചെയ്യണതാണ്, ചിലര് വളരെ സ്ട്രഗിൾ ചെയ്ത് ചെയ്യുന്നതാണ്. പറയും അത് ഓരോരുത്തരുടെ ഒരു വഴക്കമാണെന്ന് ഇങ്ങനെ പറയും അല്ലെ. ദാറ്റ് ഇസ് ഫ്ലെക്സിബിലിറ്റി. വളരെ ഈസി ആയിട്ട് ചിലർ ആ ജോബ് ചെയ്ത് തീർക്കുക, വർക്ക് അങ്ങ് ചെയ്യും. പക്ഷെ ചിലര് വളരെ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയത് ചെയ്യും. അപ്പൊ ആദ്യം ചെയ്ത ആളുടെ നമ്മൾ പറയും ഈസ് വെരി ഫ്ലെക്സിബിൾ, അല്ലെങ്കിൽ ക്വാളിറ്റീസ്. അവര് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു മൂവ്മെന്റ്, ആ ഒരു മോഷൻ, അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഡാൻസേഴ്സ്, ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണെന്ന് വിചാരിക്കാം, ഒരു 6 പേര് നിന്ന് കളിക്കുക. നമ്മളുടെ കണ്ണ് ചിലപ്പോൾ ഒരാളിൽ ഫോക്കസ് ചെയ്യും. ചിലപ്പോൾ അയാൾ കളിക്കുന്ന ഒരു ഭംഗി വെച്ചിട്ട് ചിലപ്പോൾ അയാളെ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. എല്ലാരും സിങ്ക്രണൈസ് ആയിട്ട് ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ചിലരുടെ മൂവ്മെന്റ്സ് നമ്മളിങ്ങനെ കണ്ണെടുക്കാതെ നോക്കും. ഒരു ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്ന് നമ്മൾ പറയും അല്ലെ. മറ്റവരും മൂവ്മെന്റ്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവരുടെ അത്രയും ആ ഒരു ഭംഗി കാണുന്നില്ല നമ്മൾ. പക്ഷെ നമ്മൾ പറയാം ഇവരുടെ ബോഡി നല്ലപോലെ വഴങ്ങുന്നുണ്ടെന്ന് പറയും. ബോഡി വഴങ്ങും, അതാണ് ആ ഒരു ഭംഗി അതിൽ വന്നത്. ദാറ്റ് ഇസ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ സ്പീഡ്. ഞാൻ വായിക്കാം. ഓക്കെ, സ്പീഡ്, a skill related component of physical strength that relates to the capacity to perform a movement within a short period of time. സ്പീഡ്. ഓക്കെ, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമില് ഒരു ജോബ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സ്കില്ല്. PT ഉഷയും ഞാനും കൂടെ ഒരുമിച്ച് ഓടാൻ നിന്ന് കഴിഞ്ഞാൽ അവര് നല്ല സ്പീഡിൽ അങ്ങ് എത്തും അല്ലെ. ദാറ്റ് ഇസ് ഹെർ സ്കിൽ. അവരുടെ സ്കിൽ അതാണ്. അറിയപ്പെട്ടതും അങ്ങനെ തന്നെയായിരുന്നു അല്ലെ, ഓട്ടം, റണ്ണിങ്. അപ്പൊ അത് അവരുടെ സ്കില്ലാണ്. അപ്പൊ ഒരു കാര്യം ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമില്, ചെറിയൊരു ടൈമില് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സ്കില്ല്, അതാണ് സ്പീഡ്. നമ്മുടെ വീട്ടിൽ തന്നെ
അമ്മ കുക്ക് ചെയ്യുന്നുണ്ടാവും, ചേച്ചി കുക്ക് ചെയ്യുന്നുണ്ടാവും, നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടാവും. ഒരേ കാര്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുറേ സമയം എടുക്കും. അമ്മ നിമിഷങ്ങൾക്കുള്ളിൽ അത് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ടാവും. രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ജോലിയായിരിക്കും, പക്ഷെ ഒരാൾ നല്ല സ്പീഡോട് കൂടി അത് ഭംഗിയായിട്ട് ചെയ്തു തീർത്തു, മറ്റേ ആള് ചെയ്തു തീർത്തു ഇല്ലാതൊന്നുമില്ല, പക്ഷെ സമയമെടുത്തു. ദാറ്റ് ഈസ് ആ ഒരു സ്കില്ലാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താ? യെസ് പറഞ്ഞോളൂ. ഞാൻ വായിക്കാം മാം. Agility, a skill-related component of physical fitness that relates to the rapidly changing the position of the entire body in space with speed and efficiency. എജിലിറ്റി. ഇതും എനിക്ക് ഡാൻസുമായിട്ട് കണക്ട് ചെയ്യാനാണ് കുറെ കൂടെ താല്പര്യം. വേറെ ഒന്നുമല്ല, നമ്മൾ കാണാം ഇങ്ങനെ ഷോപ്പിനെയൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ഒരു മൂവ്മെന്റിൽ നിന്ന് പെട്ടെന്നായിരിക്കും സ്വിച്ച് ചെയ്ത് അടുത്തൊരു മൂവ്മെന്റ് പോസ്റ്ററിലേക്കൊക്കെ മാറുന്നത് അല്ലേ? സോ ദാറ്റ് ഇസ് അവരുടെ ആ ഒരു ചേഞ്ച്, ആ ഒരു ബോഡി മാറുന്നതും ബോഡിയുടെ മൂവ്മെന്റും, അതായത് പെട്ടെന്ന് നിൽക്കുന്ന ഒരു ഇതിൽ നിന്ന് പെട്ടെന്നായിരിക്കും അടുത്തൊരു പോസ്റ്ററിലേക്ക് വരുന്നത്. ആ ഒരു പൊസിഷൻസ് എൻറ്റയർ ബോഡീനെ റാപ്പിഡായിട്ട് ഭയങ്കര ക്വിക്കായിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നു, നല്ല സ്പീഡിലും എഫിഷ്യന്റിയിലും. അതാണ് എജിലിറ്റി. ഒരു ഗ്രേസ് പറയും, അവർ ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഗ്രേസ് ആന്ന് പറയും. പലരും ചെയ്യുന്നതിൽ അവരെ ചിലപ്പോൾ എടുത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടായിരിക്കും. ആ ഒരു ഗ്രേസ്, ഭയങ്കര ഒരു ഭംഗി. അങ്ങനെ അതാണ് ഗ്രേസ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മൾ റാപ്പിഡായിട്ട് നമ്മുടെ ബോഡിയെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് നല്ല സ്പീഡോടുകൂടിയും എഫിഷ്യൻസിയോടുകൂടിയും മാറ്റാനായിട്ട് പറ്റുന്നത്. അതാണ് എജിലിറ്റി അല്ലെങ്കിൽ ഗ്രേസ്ഫുൾനെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കോർഡിനേഷൻ. മിസ്സേ, സ്പീഡിന്റെ ഇതൊന്ന് പറയുമോ? എനിക്കൊരു കോള് വന്ന് കട്ടായി പോയിരുന്നു. ഓക്കെ, സ്പീഡ് എവിടെയായിരുന്നു? തൊട്ട് മുന്നത്തെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമില് നമുക്ക് ആ ഒരു ആക്ടിവിറ്റി നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ആ ഒരു പെർഫോം ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ കപ്പാസിറ്റി. എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു, പി.ടി. ഉഷയും ഞാനും കൂടെ ഓട്ട മത്സരത്തിൽ നിൽക്കുവാണെങ്കിൽ പി.ടി. ഉഷ പെട്ടെന്ന് തന്നെ എത്തും അല്ലെ? നമ്മളൊക്കെ കാണാൻ പോലും പറ്റില്ല, അത്രയും സ്പീഡിലായിരിക്കും അവർ പോകുന്നത്. സോ ദാറ്റ് ഇസ്, അത് അവരുടെ ഒരു സ്കില്ലാണ്. ആ ഒരു സ്കില്ല് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമില് ആ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന, ആ ഒരു മൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് സ്പീഡ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ അല്ലെങ്കിൽ ഉണ്ടാകും, കുക്ക് ചെയ്യുന്നുണ്ടാവും, നമ്മളും കുക്ക് ചെയ്യുന്നുണ്ടാവും. സെയിം സാധനം തന്നെ അമ്മ വിത്തിൻ ടൈം കുക്ക് ചെയ്ത് കഴിയും, നമ്മൾക്ക് മേ ബി സമയമെടുക്കും. സോ ദാറ്റ് ഇസ് ആ ഒരു സ്കില്ല്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സ്കിൽ, ദാറ്റ് ഇസ് സ്പീഡ്. ഓക്കെ, നെക്സ്റ്റ് കോർഡിനേഷൻ. Coordination, a skill-related component of fitness that relates to the capacity to use the sense such as sight and hearing together with the body parts in performing motor tasks and evenly and accurately. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു വയസ്സൊക്കെ ആകാറാവുമ്പോ ചില കുട്ടികൾ ഒരു വയസ്സ് കഴിയുമ്പോ അല്ലെ നടക്കാൻ തുടങ്ങും. തുടങ്ങുമ്പോൾ അവരെങ്ങനെയാ നടക്കുക? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ നടത്തം എങ്ങനെയായിരിക്കും? അതെ, പിന്നെ ഒരു വേച്ചൊക്കെ ആയിരിക്കും പോകുന്നത് അല്ലെ? ഇങ്ങനെ പോയി അങ്ങനെ വേച്ച് അവർ പോകുന്നുണ്ടാവും. നമ്മൾക്ക് അതൊക്കെ കാണുമ്പോഴേക്കൊരു കൗതുകവും ഒരു ക്യൂട്ട്നെസ്സും ചിരിയൊക്കെ വരും, ആ ഒരു രീതി. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 2.5 വയസ്സൊക്കെ ആവുമ്പോഴാണ് അവരുടെ 2.5 വയസ്സ് തുടങ്ങി 4 വയസ്സ് വരെയാണ് അവരുടെ ആ ബോഡി കോർഡിനേഷൻ കറക്റ്റ് ആവുന്നത്. വീഴാതെ അവർക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് ഒരു 4 വയസ്സൊക്കെ എത്തുമ്പോഴേക്കും കുട്ടികൾ ഡാൻസിനൊക്കെ ചേർന്നത്. കാരണം അവരുടെ ബോഡി കോർഡിനേഷൻ അത് ശരിയായി, ബാലൻസിങ് കറക്റ്റ് ആവും. അപ്പൊ അതൊരു സ്കില്ലാണ്. നമുക്ക് സെൻസ് ചെയ്യാണ്, നമ്മുടെ ബോഡിയെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നു, ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നു, നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ കേൾക്കുന്നതും കാണുന്നതും എല്ലാം വെച്ചിട്ട്, ഡാൻസ് പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസിൽ അത് വരുന്നുണ്ട്. ഹാൻഡ്, ബോഡി, ഐ, ബ്രെയിൻ കോർഡിനേഷൻ, എല്ലാത്തിന്റെയും കൂടെ ഒരു കോർഡിനേഷൻ ആണ് ആ ഒരു മൂവ്മെന്റിൽ വരുന്നത് നമ്മൾ ഡാൻസ് ചെയ്യും.
ശരിയല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ പറയും, കുട്ടികളെ ചെറുപ്പത്തിൽ ഡാൻസ് പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ നല്ലപോലെ എന്താ പറയാ വിജിലന്റ് ആയിരിക്കും, നല്ല വർക്ക് ചെയ്യും. അപ്പൊ പഠിക്കുന്നതിൽ അവർക്ക് ഭയങ്കര ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നതാണ് പറയുന്നത്. കാരണം അവരുടെ കൈകള്, അതുപോലെ തന്നെ കണ്ണ്, പിന്നെ ബ്രെയിൻ, എല്ലാത്തിന്റെയും ബോഡിയിലെ എല്ലാ പാർട്സിന്റെ ഒരു കോർഡിനേഷൻ വരുന്ന ഒരു ആക്ടിവിറ്റി തന്നെയാണ് ഡാൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഡാൻസ് മാത്രമല്ല, പല ബോഡി മൂവ്മെന്റ്സിൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റീസ്, കരാട്ടെ, അങ്ങനെ പല ഉണ്ടല്ലോ. യോഗയാണെങ്കിലും ഏത് ഡാൻസ് ഫോം ആണെങ്കിലും, കണ്ടംപററി ആണെങ്കിലും ക്ലാസിക്കൽ ആണെങ്കിലും പിന്നെ മോഡേൺ ടൈപ്പ്, അങ്ങനെ പലതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിന്റെയും ഒരു ബാലൻസിങ്, കോർഡിനേഷൻ വരുന്നതാണ്. അപ്പൊ അതൊരു സ്കിൽ തന്നെയാണ്. സർക്കസുകാരൊക്കെ ഓരോന്നും കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ അവർ വീഴുന്നു, പക്ഷെ അത് അവരുടെ ഒരു സ്കില്ലാണ്. അവരതിനെ ബാലൻസ് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യും. അവിടെ സെൻസസും എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര സെൻസസ് ഉണ്ട്? 5. ഏതൊക്കെയാ? ഐസ്, നോസ്, സ്കിൻ, ഇയർ, ടങ്. ഓക്കെ, ഇത് സെൻസ് ഓർഗൻസ് ആണ്. അപ്പൊ നമ്മുടെ ഓഡിറ്ററി സെൻസ് ആണ് കേൾക്കുന്നത്. ഓഡിറ്ററി സെൻസിന്റെ സെൻസ് ഓർഗൻ ആണ് ഇയർ എന്ന് പറയുന്നത്. പിന്നെ വിഷ്വൽ സെൻസ്, നമ്മൾ കാണുന്നത് ഐസ് വരും. പിന്നെ നമ്മുടെ ഓൾഫാക്ടറി സെൻസ്, സ്മെല് ചെയ്യുന്നത് നോസ്. പിന്നെ നമ്മുടെ ഗസ്റ്റേറ്ററി സെൻസ്, നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കിനസ്തെറ്റിക് സെൻസ്, നമ്മൾ ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്നത്. ടച്ച് ചെയ്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ പറ്റും, റഫ്നെസ് മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ വെയിറ്റ് മനസ്സിലാക്കാൻ പറ്റും, ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റും, സൈസ് മനസ്സിലാക്കാൻ പറ്റും. കിനസ്തെറ്റിക് സെൻസിന് കുറെ കാര്യങ്ങൾ അങ്ങനെ വരും. സേതുലക്ഷ്മി, എന്താ മെസ്സേജ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. വേറെ ആരോടെങ്കിലും ഉള്ളതാണോ? അതെ, അലീമ എന്ന് പറയുന്ന ഇത്തിനെ കണ്ടില്ല. ഞാൻ ഇച്ചിരി എനിക്ക് അറിയാൻ വയ്യാതെ ഞാൻ ആ ഇത്താനോട് ഇന്നലെയൊക്കെ ചോദിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടില്ല ആളെ. അലീമ എന്നൊരു കുട്ടിയുണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസിനെ നമുക്കറിയാം. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. അതായത് നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൽ, ചിലർക്ക് എന്താ പറയാ, ഇപ്പൊ സ്പീഡ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ സ്കില്ല് പറഞ്ഞല്ലോ. നല്ല സ്പീഡ് ആയിരിക്കും അവരുടെ സ്കില്ല്, അല്ലെങ്കിൽ ആക്യുറസി ആയിരിക്കും ചിലരുടെ സ്കില്ല്. അങ്ങനെ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. അതുപോലെ തന്നെ കോസ്മെറ്റിക് ഫിറ്റ്നസ്. എനിവേ നമ്മൾ ഹെൽത്ത് നോക്കി, നല്ല ഭക്ഷണം കഴിച്ച് നമ്മൾ ഫിറ്റ്നസിനുള്ളതെല്ലാം നോക്കി, നമുക്ക് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ആഗ്രഹം നമ്മുടെ അപ്പിയറൻസ് നന്നായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും അല്ലെ? നമ്മൾ നല്ല പ്ലീസിങ് ആയിട്ട്, പ്ലസന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം, അപ്പിയറൻസ് നല്ലതായിരിക്കണം എന്നുള്ളതുണ്ട്. കുറെ മേക്കപ്പ് ഇടുക എന്നുള്ളതുകൊണ്ട് അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഏജിന്, നമ്മളുടെ സ്കിന്നിന് അനുസരിച്ച് നമ്മളെ ഭംഗിയാക്കി വെക്കുന്നു. അതിന് നമുക്ക് ചേരുന്ന കോസ്മെറ്റിക്സ് യൂസ് ചെയ്താൽ നോ പ്രോബ്ലം. ഒന്നും ഒരുങ്ങുന്നതോ ഇപ്പം ലിപ്സ്റ്റിക് ഇടുന്നതോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ സ്കിന്നിന് നന്നായിരിക്കണം. നമ്മുടെ സ്കിന്നിന് ഹാം ആക്കുന്ന ഒന്നും ഉപയോഗിക്കരുത്. നമ്മുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഇത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടതാണ്. പണ്ട് നമുക്ക് മൂവിയിലൊരു നടി ഉണ്ടായിരുന്നു, കാർത്തിക. നിങ്ങൾക്കറിയാമോ? അറിയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി അല്ലേ കാർത്തിക. പെട്ടെന്ന് തന്നെ അവർ സിനിമയിൽ നിന്ന് പോയി അവരുടെ ഫാമിലി ലൈഫുമായിട്ട് അവരങ്ങ് മേർജ് ആയി. അപ്പം റീസെന്റ് എന്തോ ഒരു പ്രോഗ്രാമിൽ അവരുടെ കല്യാണത്തിന് എന്തോ വന്നതാന്ന് തോന്നുന്നു. അപ്പൊ അവരുടെ ഫാൻ അവരുമായിട്ട് നിന്നൊരു ചെറിയ വീഡിയോ എന്തോ ഷൂട്ട് ചെയ്തത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ചെറിയൊരു ഷോർട്ട് വീഡിയോ. ഞാൻ കാർത്തിക കണ്ടോണ്ട് ഞാനതൊന്ന് കണ്ടതാണ്. അപ്പൊ അതിന്റെ താഴെ ഇങ്ങനെ കമന്റ്സ് എഴുതിയിരിക്കുന്നു. അപ്പം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സാ കണ്ടത്. കാരണം ഒരു മേക്കപ്പ് ഒന്നും അധികം ചെയ്തിട്ടില്ല, ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, മുടി ഡൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ കൂടുതൽ മുഖത്തൊന്നും അവർ ചെയ്തിട്ടില്ല. ഒരു
ഇരുനിറം ഉള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. വളരെ നല്ല രസമുള്ള ഒരു ആക്ട്രസ് ആണ്. അങ്ങനെ കുറെ പോസിറ്റീവ് കമന്റ്സ് അവർക്ക് ആ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർ ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ ആളുകളെ പോലെ കുട്ടി അടിച്ചിട്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കമന്റ് കണ്ടു ഇങ്ങനെ. അപ്പൊ അവരെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. അവര് ആ പ്രായത്തിന്റെ ഭംഗി അവർക്കുണ്ട്, പ്രായമായാൽ നമ്മളും ഇങ്ങനെ തന്നെയാകും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് കമന്റ്. അപ്പൊ നമ്മളുടെ ഏജിനനുസരിച്ച് നമ്മൾ നമ്മളുടെ അപ്പിയറൻസ് വളരെ നന്നാക്കി വെക്കുന്നു. അതാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് വരുന്നത്. ഓക്കെ, ഇനി ഓരോന്നായിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് വൺ ആരാ പറയുന്നത്? ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഞാൻ വായിക്കാം. യെസ് പ്ലീസ്. Health related physical fitness, HRPF. It is the power of capacity to live a full and efficient life that one is capable of being. പവർ അല്ലെങ്കിൽ കപ്പാസിറ്റി, നമുക്ക് നല്ലൊരു എഫിഷ്യന്റ് ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു ലൈഫ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ക്വാളിറ്റി എഫിഷ്യന്റ് ലൈഫ് ജീവിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി, അതാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ഹൈജീൻ എല്ലാം ഇതിനെ ബാധിക്കും. കഴിക്കുന്ന സമയം, അതും നല്ല ഭക്ഷണം എപ്പോഴെങ്കിലും കഴിക്കുക എന്നുള്ളതല്ല, കറക്റ്റ് ടൈമിൽ കഴിക്കുക എന്നുള്ളത്, അങ്ങനെ അത് ബാധിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞാനൊരു പീഡിയാട്രിഷ്യൻ ഒരു ഫിസിഷ്യനെ കാണാനായിട്ട് പോയി. അപ്പൊ എനിക്ക് ഡോക്ടർ പറഞ്ഞത് ശരിയാണോ അതോ അതൊരു റോങ് മെസ്സേജ് ആണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴും എനിക്കത് മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം മോളെ കൊണ്ടാ പോയത്. അപ്പൊ മോൾ ഇങ്ങനെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കില്ല, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കി ലഞ്ചും ഡിന്നറും ഒക്കെ അവളുടെ ടൈമിൽ കഴിക്കുന്നതായിരിക്കാം. പക്ഷെ അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം ചിലപ്പോൾ കഴിക്കില്ല, ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. ഞാനിത് ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അതിന് ഭക്ഷണം അങ്ങനെ സമയത്ത് കഴിക്കൊന്നും വേണ്ട, എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് കഴിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇങ്ങനെ കൊച്ചു ഇരിക്കണോ, അവള് കേട്ടപ്പോ അവള് ഹാപ്പി. ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറയുമ്പോൾ അവള് പറയും ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ ഓർക്കുക, കാരണം നമ്മളുടെ ബോഡിയിൽ കുറെ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്, ആസിഡ്സ് ഉണ്ട് അല്ലെ. ഇവര് കറക്റ്റ് ടൈമിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരാ. ഇവര് 12:30 അല്ലെങ്കിൽ രാത്രി 8 മണി ഒക്കെ ഇങ്ങനെ ഭക്ഷണം വന്നു അതിനെ ന്യൂട്രലൈസ് ചെയ്യുകയാണല്ലോ ഇവരുടെ ജോലി. അപ്പൊ ഇവര് നോക്കുമ്പോൾ ഭക്ഷണം വന്നില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ബോഡിയിൽ നമുക്ക് ഇങ്ങനെ നെഞ്ചിരിയുക, ഗ്യാസ് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരില്ലേ. ഇപ്പൊ ഡോക്ടർ ഒന്നിങ്ങനെ പറഞ്ഞതിന് ഞാനിങ്ങനെ, എനിക്ക് ഇപ്പോഴും ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഡോക്ടർ പറഞ്ഞത്. ശരിക്കും സമയത്ത് ഭക്ഷണം കഴിക്കുന്നതന്നെ നല്ലത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിച്ചില്ലെങ്കിൽ നമുക്ക് ചില അസ്വസ്ഥതകൾ വരാറുണ്ട്, ഇങ്ങനെ ഇവിടെ ഒരു പോച്ചിലോ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഡോക്ടറെ അടുത്തുനിന്ന് എനിക്ക് കേൾക്കുണ്ടായി ഒരു വർഷം. നെക്സ്റ്റ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, SRPF. ആരാ വായിക്കുക? മിസ് ഞാൻ വായിക്കാം. This consists of those contents of physical fitness that have a relationship with enhanced performance in sports and motor skills. The elements are commonly defined as speed, agility, and coordination. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കമ്പണൻസ് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുമായിട്ട് കണക്റ്റഡ് തന്നെയാണ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ചിലർക്ക് നല്ല സ്പീഡ് ആയിരിക്കും, ചിലർക്ക് ഭയങ്കര വഴക്കമുള്ളവരായിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, ചിലർക്ക് കാര്യങ്ങൾ നല്ലപോലെ ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും, കോർഡിനേഷൻ. അങ്ങനെ ഈ ഒരു സ്കിൽസും ഈ ഒരു എലമെന്റ്സുമായിട്ട് കണക്റ്റഡ് ആണ് ഈ SRPF, സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മുടെ സ്കില്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്. ചിലര് പറയില്ല അയാളെ വിളിക്കാം, മരത്തിൽ കയറാൻ ഭയങ്കര ഒരു സ്കില്ലാണ്, മരത്തിൽ കയറി എത്ര ഉയരമുള്ള മരമാണെങ്കിലും എങ്ങനത്തെ മരമാണെങ്കിലും കയറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നോളും, അങ്ങനെ രീതിയിലൊക്കെ ചില ആളുകളെ പറ്റി പറയാറുണ്ട്. കണ്ടാൽ ഇങ്ങനെ ഇരിക്കുമെങ്കിലും ആള് അക്കാര്യത്തിലൊക്കെ നല്ലൊരു സ്കില്ലുണ്ടെന്ന്. നമ്മുടെ ആ ഒരു കപ്പാസിറ്റിയാണ് ചില കാര്യങ്ങൾ ആ ഒരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി. അതാണ് ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടന്റ് ആണ് SRPF എന്ന് പറയുന്നത്, സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നെക്സ്റ്റ് വൺ കോസ്മെറ്റിക് ഫിറ്റ്നസ്. വായിക്കട്ടെ മിസ്? യെസ്. Cosmetic fitness, CF. The term refers to the capacity to create beautiful physical fitness parameters.
യെസ്, നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മളുടെ ആ ഒരു അപ്പിയറൻസ് നമ്മൾ എപ്പോഴും ഭംഗിയാക്കി വെക്കുക. നമ്മൾ ഏജ് ആവുന്നതോറും നമുക്കറിയാം നമുക്ക് ചേരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളത് നല്ലതുപോലെ ആക്കി വെക്കുന്നു. ദാറ്റ് ഇസ് കോസ്മെറ്റിക് ഫിറ്റ്നസ്. ആ ഒരു ബ്യൂട്ടിഫുൾ ഫിസിക്കൽ ഫിറ്റ്നസ് പാരാമീറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് CF കോസ്മെറ്റിക് ഫിറ്റ്നസ്. ഓക്കെ, ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പണൻസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ്. അത് നിങ്ങൾക്ക് കാണാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതൊന്ന് റീഡ് ചെയ്യാമായിരിക്കും. അത് മുഴുവനും ആ ഒരു 4 കാര്യങ്ങള് ഞാൻ വായിക്കട്ടെ. Walking can develop the physical fitness contents like body composition, cardiovascular fitness, etc. അടുത്തത് വായിക്കണോ? വായിച്ചോളൂ, മുഴുവൻ വായിച്ചോളൂ. Running can develop the physical fitness contents like muscular continuity, agility, speed, etc. Weight training can develop the physical fitness contents like muscular continuity, strength, etc. Stretching can grow the physical fitness components like body composition, flexibility, etc. നമ്മൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യുന്ന പലരും ഉണ്ടാവും നമ്മളുടെ കൂടെ. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് പോലുള്ളതാണ് വാക്കിംഗ്. നമുക്കറിയാം, ഒരു സർജറി, പ്രത്യേകിച്ചും ഹാർട്ടിന്റെ ഒക്കെ സർജറി കഴിഞ്ഞവരോട് ഡോക്ടർ പറയും ഒരു 5 minutes ആയിട്ട് ആഴ്ച നടക്കൂ, പിന്നീട് 10 minutes ആക്കൂ, പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിലൂടെ നടക്കണം. അടുത്ത വീട്ടിൽ അങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. നടക്കുമ്പോൾ ഇങ്ങനെ കൈകൾ ഇങ്ങനെയായിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ വാക്കിംഗ് നമ്മളുടെ കാർഡിയോവാസ്കുലർ ഹാർട്ടിന്റെ ഹെൽത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് മെത്തേഡ് തന്നെയാണ് വാക്കിംഗ്. ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു എക്സസൈസ്. നമുക്ക് തീരുമാനിക്കാനേ ആ ഒരു സ്പീഡ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ദൂരം, കുറച്ച് സമയം അങ്ങനെ പാർക്കുകളൊക്കെ തുറന്നു കൊടുക്കും ഇങ്ങനെ ഇതുപോലെ ആളുകൾക്ക്. അവിടെ ആകുമ്പോൾ നമുക്ക് വേറെ വണ്ടികളുടെ ശല്യമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. റോഡിലൊക്കെ ആകുമ്പോൾ വണ്ടികളുണ്ട്, അതിൽ പിന്നെ ഒത്തിരി ഏർലി മോർണിംഗ് പോകണം, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് രാത്രി. അതൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഓടുന്നത് നമ്മുടെ മസിൽസിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി, ആ ഒരു മൂവ്മെന്റ്, മസിൽസ് കൂടുതൽ അങ്ങോട്ട് ഹെൽത്തി ആകും ഓടിപ്പോ. റണ്ണിങ് അത് ചെയ്യുന്ന സമയത്ത് റണ്ണിങ് നമ്മളുടെ ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മളുടെ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി, സ്പീഡ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. പ്രത്യേകിച്ച് സ്പോർട്സിലുള്ള ആൾക്കാരൊക്കെ അവർ ദിവസവും ചിലപ്പോൾ ഇത്ര കിലോമീറ്റർ ഓട്ടം അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ മാരത്തോൺ ഒക്കെ വരുമ്പോഴേക്കും അവർ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണും. വെയിറ്റ് ട്രെയിനിങ് നമ്മുടെ മസിൽസിന്റെ ആ ഒരു സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ വെയിറ്റ് ട്രെയിനിങ്. നമ്മളിപ്പോ ഒരു ജിമ്മിലൊക്കെ പോകുമ്പോഴേക്കും വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഒരു ചെറുതിൽ നിന്ന് തുടങ്ങി നമ്മളെ കൊണ്ട് ആ ട്രെയിനർ നമുക്ക് പറ്റുന്ന ആ ഒരു വെയിറ്റിലേക്ക് എത്തുന്നവരെ ആ ഒരു മസിൽസ് നമ്മളുടെ എപ്പോഴും ഹെൽത്തി ആയിരിക്കേണ്ട, ഫിറ്റ് ആയിരിക്കേണ്ട ഒരു ബോഡിയുടെ ഒരു പാർട്ട് തന്നെയാണ് മസിൽ എന്ന് പറയുന്നത്. അത് ഒരു ജിമ്മിലൊരു ട്രെയിനർ പറഞ്ഞതാണ്, നമ്മൾ ഏത് ഏജ് ആണെങ്കിലും നമ്മുടെ മസിൽസിനെ നമ്മൾ സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രായമായിട്ട് വീഴുക, നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കയ്യിൽ തെറ്റി പോവുക, നമുക്ക് പിടുത്തം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയൊക്കെ വരില്ലേ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ആ ഒരു ട്രെയിനർ പറഞ്ഞത്. നമ്മുടെ മസിൽസ് സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഏജിലും നമ്മളുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ആള് പറയട്ടെ. വേറെ ഒന്നിലും നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മസിൽസ് സ്ട്രെങ്ത് ആക്കി വെക്കുക. സ്ട്രെച്ചിങ്, ഈ പ്ലെയേഴ്സ് ഒക്കെ ഒരു മെയിൻ മാച്ചൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യൂലേ, ഒരു വാമപ്പ് എക്സസൈസ് ഒക്കെ പോലെ ഡാൻസേഴ്സും ചെയ്യാറുണ്ട്. ആ ഒരു സ്ട്രെച്ചിങ് ആ ബോഡി നല്ലൊന്ന് ഫ്ലെക്സിബിൾ ആകാൻ, ഒരു കോർഡിനേഷൻ ഒക്കെ നല്ലപോലെ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സ്ട്രെച്ചിങ്. സ്ട്രെച്ചിങ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇത് കുറേ സമയം നിന്ന് ഇവര് ഗ്രൗണ്ടിൽ തന്നെ ഇരുന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് നമുക്ക് കാണാറുണ്ട്. ക്രിക്കറ്റ് മാച്ച്, ഫുട്ബോൾ മാച്ച് ഒക്കെ ആകുമ്പോൾ ആ ഒരു കൂളിംഗ് ടൈം, ഒരു വാമപ്പ് എക്സസൈസ് ഒക്കെ എടുക്കുന്ന ഒരു ടൈം സ്ട്രെച്ചിങ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇതാണ്. ഇനി നമുക്ക് വെൽനസിലേക്ക് പോകാം. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം വെൽനസ് ഞാൻ തുടങ്ങി വെക്കുന്നില്ല, ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് ഷെയർ ചെയ്യും വെൽനസിന്റെ. ആ ലിങ്കിനകത്ത് കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും നെക്സ്റ്റ് ക്ലാസ് നടക്കുന്നത്. അപ്പൊ വെൽനസ് എന്താന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത്,
അതിലേക്ക് ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്ന ഒരു കണ്ടീഷനാണ് വെൽനസ് എന്ന് പറയുന്നത്. നമ്മൾ ക്ഷേമം എന്ന് പറയുന്ന പോലെ സുഖം, സന്തോഷം, സമാധാനം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ക്ഷേമം എന്നൊരു വാക്ക് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, കേട്ടിട്ടില്ലേ നിങ്ങൾ ആ ഒരു വാക്ക്? അപ്പൊ നമ്മളുടെ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതാണ് വെൽനസ് എന്ന് പറയുന്നത്. ഹെൽത്തി ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ വെൽനസ്സുമായിട്ട് എല്ലാം കണക്റ്റഡ് ആണ്. ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസ്സും എല്ലാം കണക്റ്റഡ് ആണ്. നമുക്ക് ഹെൽത്തി ഹാബിറ്റ്സ്, ഈവൻ നമ്മൾ സംസാരിക്കുന്ന രീതി വരെ വെൽനസ്. ചിലര് പറയില്ലേ, ഓ അതിനോട് സംസാരിക്കാതിരിക്കാൻ പോകുന്നത് നല്ലത്, ഒരു രക്ഷയില്ല, ഒരു സുഖമില്ലാത്ത ആളെന്ന് പറയും. ചിലരെ നമുക്ക് പറയും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, വളരെ അപ്രോച്ചബിൾ, നമുക്ക് എന്തും സംസാരിക്കാം, നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളും, അങ്ങനെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ആൾക്കാരെ പറയും അല്ലെ. അപ്പൊ അതെല്ലാം നമ്മളുടെ വെൽനസിലൂടെ കടന്നു പോകുന്നത് തന്നെയാണ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഫ്ലറിഷിങ് ലൈഫ്, നല്ല ഒരു ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ലൈഫ് എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് തന്നെയാണ് വെൽനസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ വെൽനസിന് കുറേ ഡയമെൻഷൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ക്ലൈമറ്റ് നമ്മളുടെ മൂഡ് കളയുന്ന കാര്യം പറഞ്ഞു അല്ലെ. ക്ലൈമറ്റ് മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി ഫ്രസ്ട്രേഷൻ വരും. ഭയങ്കര ചൂട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ ഈ 1 hour ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ വിഷമിക്കും, ബുദ്ധിമുട്ടിക്കും. അപ്പൊ അങ്ങനെ ഇവിടെ നിന്നല്ല, ഒരു സ്ഥലത്ത് ഒരു ഹാളിൽ നമ്മളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാണ്, ഫാനൊക്കെ ഓഫ് ആയി പോയി, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആകെ ചൂടാണെങ്കിൽ നമ്മൾ ആകെ ബുദ്ധിമുട്ടാവും. മഴ പെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, പുറത്ത് പോവും വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളുടെ വെൽനസിനെ ബാധിക്കുന്നുണ്ട്. കൾച്ചർ പെട്ടെന്ന് നമ്മൾ അത്രയും വർഷം നമ്മൾ ജീവിച്ച് വളർന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അതിൽ നിന്ന് വളരെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ജീവിക്കേണ്ടി വരുമ്പോഴേക്കും അത് വല്ലാണ്ട് കഷ്ടപ്പെടും അല്ലെ. കുറേ ദിവസം എടുക്കും പൊരുത്തപ്പെട്ട് പോകാൻ. അങ്ങനെ വെൽനസിന് കുറേ ഡയമെൻഷൻസ് ഉണ്ട്. അതിനെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ തരാനായിട്ട് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? വെൽനസും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ യെസ് പ്ലീസ്. നമ്പേഴ്സ് എല്ലാം നോട്ട് ചെയ്തല്ലോ അല്ലെ. പുതിയ പുതിയ നമ്പേഴ്സ് ചാറ്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ ക്ലാസ് എൻഡ് ആയാൽ ചിലപ്പോൾ അത് പോകും. അപ്പൊ നമ്പറൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? അതോ അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം? ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. Thank you, Miss. Thank you. Bye. Thank you, ma'am. Thank you, ma'am.